ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഇതിന് മുമ്പത്തെ സിനിമയായിട്ടുള്ള ഡൊമിനിയൻ ആ ഒരു പരിപാടിയെക്കാട്ടും ഒരു പടി മുകളിൽ നിൽക്കുന്ന സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ പടം കണ്ടത് പട്ടാമ്പി സപ്തസാഗര എന്ന് പറയുന്ന അങ്ങനെ എന്തോ ആണ് ആ ഒരു തിയേറ്ററിന്റെ പേര്. ആ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചെറിയൊരു തിയേറ്ററാണ്. എനിക്ക് തോന്നുന്നു 7.1 എങ്ങാണ്ടാണ് അതിന് സൗണ്ട് സിസ്റ്റം എന്നൊക്കെ തോന്നുന്നു. ഒരു ആവറേജ് തിയേറ്റർ അനുഭവമാണ് എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗംഭീര വിഷ്വൽസ് എന്നൊന്നും പറയാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് മൊമെന്റം തരുന്ന സീക്വൻസുകൾ 3-4 സീക്വൻസുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു 2.5 മണിക്കൂർ ഒരുമാതിരി ഒരു 3 മണിക്കൂർ ഇരുന്ന് കണ്ടൊരു ഫീൽ ആയിരുന്നു പേഴ്സണലി എനിക്കുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഇതിന്റെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ പ്രഡിക്റ്റബിൾ, എന്താ പറയുക, ഒരു പുതുമയൊന്നും തരാത്തൊരു സാധനം. പുതുമ എന്ന് പറയുന്നത് ഇതിലൊരു 3-4 ടൈപ്പ് ഡൈനോസേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഇവരുടെ ബ്ലഡ് എടുത്തിട്ട് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വില്ലൻ വരുന്നത്. അപ്പോൾ അതിനൊരു ടീം ഉണ്ടാക്കുന്നു. ആ ടീമിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ നായകൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തുള്ളത്. അതിൽ കടലിൽ വെച്ചിട്ടുണ്ടാവുന്ന ഒരു ചേസ് സീക്വൻസ് ഉണ്ട്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൻസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ഒരു കുടുംബകഥയൊക്കെ വരുന്നുണ്ട്, ഒരു ഫാമിലി ഇമോഷൻ പരിപാടിയൊക്കെ. ഒരു ആവശ്യമില്ലാത്തൊരു സാധനമായിരുന്നു. ആ ഒരു സീക്വൻസുകൾ കൊണ്ട് അവര് കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നിയത് ടിറക്സിനെ കൊണ്ടൊരു പരിപാടി ഇതിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്ന സീക്വൻസുകളായിരുന്നു. ഇതും ഈ ഒരു പടത്തിന്റെ കഥാഗതിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സാധനം. അതായത് ആ കടലിൽ വെച്ചിട്ട് വഴി തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് എത്തിച്ചിട്ടുള്ള ഒരു ഫാമിലി, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഈ ഒരു പരിപാടിക്കകത്ത് ഈ ഒരു ഫാമിലിക്ക് ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ ഒരു ചെറിയൊരു കുട്ടിയുണ്ട് ഇതിനകത്ത്, ഈ ഒരു നേരത്തെ പറഞ്ഞ ഫാമിലിയിൽ. ആ കുട്ടിയുടെ ഒപ്പം ഒരു ചെറിയൊരു ഡിനോസർ കൂടുന്നുണ്ട്. ആ ഒരു ഡിനോസറിനൊന്നും വലിയൊരു വേറെ പ്രത്യേകിച്ച് വലിയ പ്രാധാന്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. മുമ്പത്തെ പടങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഒരു കുറച്ച് സെറ്റപ്പുകളൊക്കെ വെച്ചിട്ട് കുറെ പരിപാടികളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ വലിയ പ്രാധാന്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അതിലൊരു മ്യൂട്ടന്റ് ഡിനോസറൊക്കെ വരുന്നുണ്ട് ക്ലൈമാക്സ് സമയത്തിനകത്ത്. അത് അത്യാവശ്യം നല്ലൊരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ അതിനാണെങ്കിൽ സ്ക്രീൻ സ്പേസ് കൊടുത്തതുമില്ല. ഒരു 5 മിനിറ്റ് സമയം അത്രേ കൊടുത്തുള്ളൂ. പക്ഷെ കുറച്ചും കൂടിയും ക്ലൈമാക്സ് ഒക്കെ കുറച്ചും കൂടിയും പൊലിപ്പിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു നല്ല സീക്വൻസ് എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് മലമുകളിൽ വെച്ചിട്ടൊരു നെസ്റ്റിന്റെ ഉള്ളിൽ കയറി പോയിട്ടൊരു പരിപാടി പിടിക്കുന്നുണ്ട്. ആ ഒരു എഗ്ഗൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചേസ് സീക്വൻസുകളും നല്ല രസമായിട്ട് എനിക്ക് തോന്നി. നല്ല ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുള്ള ആ ഒരു സീക്വൻസുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അതർ ദാൻ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കടലിൽ വെച്ചിട്ടുള്ള ചേസ് സീക്വൻസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ 1-2 സീക്വൻസുകൾ ഒഴികെ വേറെ എവിടെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനെന്ന പ്രേക്ഷകനെ, ഇപ്പോൾ ജുറാസിക് വേൾഡ് ഒരു 6-7 പടമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന സാധനം. അപ്പോൾ ഞാനെന്ന പ്രേക്ഷകനെ എനിക്കൊരു മൊമെന്റം തരുന്ന സീക്വൻസുകൾ വേറെ ഒന്നും ഇല്ല. 2.5 മണിക്കൂറിൽ 2-3 സീക്വൻസുകൾ കാണാൻ വേണ്ടിയിട്ട് ഒരു സിനിമ കാണേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വീക്ക് പടമായിട്ട് തന്നെയാണ് പേഴ്സണലി തോന്നിയത്. വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്ത് വരുന്ന ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്ത് വരുന്ന ഒരാൾക്ക് ഇത് കണ്ടു നോക്കാം. ഇതിനകത്തൊരു 4-5 ടൈപ്പ് ഡൈനോസേഴ്സിന്റെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാമെന്നല്ലാതെ വേറെ ഒരു പ്രത്യേകിച്ച് ഒരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ 3D വളരെ മോശമായിരുന്നു. 3Dക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ 3D ഷോട്ട്സുകളൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. സോ 2D ഒക്കെ ഉണ്ടെങ്കിൽ 2D കണ്ടാൽ മതി. 3D വെറും നഷ്ടമാണ്. നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും മാത്രമുള്ള ഒരു കണയും ഈ ഒരു പടത്തിനകത്ത് ഇല്ല. സോ അതാണ് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്ന പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അധികം പറഞ്ഞ് ഞാൻ സമയമൊന്നും വേസ്റ്റ് ചെയ്യണമൊന്നുമില്ല. കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയി കണ്ടു നോക്കുക. കണ്ടിട്ട് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ കമന്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.